ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്ന സമയത്ത് നടക്കുന്നില്ല, ഏകദേശം തീരുമാനമായതിൻ്റെ കാര്യത്തിൽ. എന്നാലും ഈ ഒരു സമയത്ത് പറ്റിയൊരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ന്യൂക്ലിയർ ഫിഷൻ. അവസാനം മനസ്സിലാവും എനിക്ക് എന്തിനാണ് ഞാനിപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എൻ്റെ കാലഘട്ടത്തിൽ പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ഹെവി ആറ്റമായി യുറാനിയം 235 സ്പ്ലിറ്റ് ആവുന്ന പ്രോസസ്സാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹെവി ആറ്റം അതായത് യുറാനിയം ഒരു ന്യൂട്രോണിൽ ചെന്ന് കൊളൈഡ് ചെയ്യുന്നു. അതായത് രണ്ടു തമ്മിൽ ഇടിക്കാൻ നേരത്തെ ഒരു റിയാക്ഷൻ ഉണ്ടാകും. റിയാക്ഷൻ ഉണ്ടാകുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അവിടെ കൊണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കൊളൈഡ് ചെയ്യുമ്പോൾ എനർജി പുറപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ ഫ്രീ ന്യൂട്രോൺസ് പിന്നെയും സ്പ്ലിറ്റ് ആവും. അതായത് ഈ സ്പ്ലിറ്റായ ന്യൂട്രോൺസ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബാക്കിയുള്ള ആറ്റത്തിൽ പിന്നെ ചെന്നിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അതിനകത്തുനിന്ന് ന്യൂട്രോൺസ് പിന്നെ സ്പ്ലിറ്റ് ആവും. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊപ്പത്തെ ചെറിയൊരു ടിപ്സ് ഉണ്ട്, റേഡിയേഷൻ. സാധാരണ ന്യൂക്ലിയർ പ്ലാന്റ്സിലാണെങ്കിൽ പിന്നെ ഒരു ഡോം ഉണ്ടാവും, ഡോം വെച്ച് കവർ ചെയ്തേക്കും. ആ ഡോം വെച്ച് കവർ ചെയ്യുന്ന റേഡിയേഷൻ ലീക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ കൺട്രോൾഡ് ആണെങ്കിൽ അത് ന്യൂക്ലിയർ പ്ലാന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ പ്ലാന്റ്സിൽ പിന്നെ നമ്മൾ ചെയ്ത സിനിമ ഉണ്ടല്ലോ പസഫിക് റിമിനകത്ത് ഒരു കാണിച്ചില്ല ഹെവി മിഷൻസ് കൺട്രോൾ ചെയ്യണത് ഇത്രയും വലിയ സാധനം എങ്ങനെയാണ് എന്ത് ബാറ്ററിയിൽ വർക്ക് ചെയ്യും? ന്യൂക്ലിയർ പവർഡാണ് അത്. അതാണ് സംഭവിക്കുന്നത്. ഇത് കൺട്രോൾഡ് ആണെങ്കിലാണ് നമുക്കിത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു രാജ്യം തന്നെ നമുക്ക് അത് വെച്ച് കവർ ചെയ്യാൻ പറ്റും. ഏകദേശം പറഞ്ഞാൽ വർഷങ്ങളോളം. ഇത് അൺകൺട്രോൾഡ് ആണെങ്കിലോ ആറ്റം ബോംബ്. ഇതിപ്പോൾ നീന്തിലാണ് ഞങ്ങളുടെ പറയുന്നത് ആറ്റം ബോംബ് ഉണ്ടാകുന്ന ഒരു കാര്യം. ഇന്ത്യ പാക് യുദ്ധം അതൊരു വെടിനിർത്തൽ കരാറിൽ എത്തിയല്ലോ. അതിനുള്ള കാരണം എന്തായിരുന്നു? ഇന്ത്യക്ക് അറിയായിരുന്നു ആക്ച്വലി അവരുടെ ന്യൂക്ലിയർ പ്ലാന്റ്സ് എവിടെയാണുള്ളത്. Thank you for telling us that Kirana Hill houses some nuclear installations. We did not know about it. Okay. And we've not hit Kirana Hills, whatever is there. അവരുടെ ന്യൂക്ലിയർ പ്ലാന്റ്സിൽ അറ്റാക്ക് ചെയ്തു. അതും അത് തകർക്കാൻ എന്നുള്ള രീതിയിലല്ല, നമുക്കറിയാം അവിടെ ഒരു സംഭവമാണ്, നിങ്ങളുടെ അവർക്ക് അവിടെ ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന രീതിയിലാണ് അവർ അറ്റാക്ക് ചെയ്തത്. അപ്പം നമുക്ക് പേടിയായി. അതോടെ അവർ വെടിനിർത്തൽ കരാറിനാക്കി ചെയ്തു. കാരണം അത് അറ്റാക്ക് ചെയ്തു, അത് തകർക്കുവാണെങ്കിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ ലീക്കേജ് സ്റ്റേറ്റ് മാത്രമല്ല, മേ ബി മോസ്റ്റ്ലി ആ കൺട്രി തന്നെ, രാജ്യം തന്നെ അധികം വലുതൊന്നുമല്ല. ആ രാജ്യം തന്നെ ഫുള്ളായിട്ട് ഇൻഹാബിറ്റബിൾ ആവും. അത് താമസിക്കാൻ പോലും പറ്റില്ല. ഫുള്ളായിട്ട് റേഡിയേഷൻ കാരണം അസുഖങ്ങൾ, ക്യാൻസർ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ പോലെ ആവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയേഷൻ ലീക്കല്ല എന്നെങ്കിലും ആറ്റം ബോംബ് ഇട്ട ഹിരോഷിമയിൽ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, സമീപത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് നമുക്കിപ്പോഴും ക്യാൻസറിൻ്റെ ഇഷ്യൂസ് പറയുന്നത്. ക്യാൻസർ അതേപോലെയുള്ള ഹെവി ആയിട്ടുള്ള റേഡിയേഷൻ ലീക്ക് കാരണം ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ. അപ്പോൾ ആ ഭയം കാരണം അവർ അഗ്രി ചെയ്തു. ഇന്ത്യ എന്നൊരു NFU കമ്പനി, നോ ഫസ്റ്റ് യൂസ് കമ്പനി അല്ലല്ലോ, ഇന്ത്യ എന്നൊരു NFU കൺട്രി, അതായത് നോ ഫസ്റ്റ് യൂസ്. നമുക്ക് ഡയറക്റ്റ്ലി ഫസ്റ്റ് ആയിട്ട് തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് അവരുടെ നേരെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ ന്യൂക്ലിയർ വെപ്പണിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാമല്ലോ. പിന്നെ വേൾഡ് വാർ 4 പറ്റിയായി നടക്കാൻ നേരത്ത് തമ്പും കോലും കൊണ്ടായിരിക്കും നടക്കുന്നത്. അത് കാരണം എല്ലാവരും കൂടെ സംസാരിച്ച് അവരെടുക്കത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇനിയും ഇതേപോലുള്ള ടോപ്പിക്സുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അതായത് ഇനി എനിക്കിതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ മാത്രം വരും. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സുമായി ഞാൻ ഇനിയും വരുന്നതാണ്, പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ എനിക്കൊന്നും കഴിയാലോ. പോലീസ് ഇത്രയും പഠിച്ചിട്ടില്ല.